ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിലേറിയ അന്നു മുതൽ തന്നെ അവരുടെ പ്രഖ്യാപിതമായ അജണ്ടയാണ് ഈ രാജ്യത്തെ എല്ലാവിധമായ സംഭാവനകളും സമർപ്പിച്ചു പോയ ഈ രാജ്യത്തിനോടുള്ള സ്നേഹവും ഈ രാജ്യത്തിനോടുള്ള കൂറും അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്താൽ മാത്രമേ അവരുടെ പ്രഖ്യാപിതമായ അജണ്ട നടപ്പിലാക്കി ഹിന്ദു രാഷ്ട്രമെന്ന അവരുടെ സ്വപ്നത്തിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും അവർ ഭരണത്തിലേറിയ അന്നു മുതൽ തുടങ്ങിയ ഈ ക്രൂരത അതിന്റെ മൂർധന്യാഭാവത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കിരാതമായി വഖഫ് ബില്ല് ഭേദഗതി നിയമമാക്കിയതിലൂടെ. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ഈ നാടിന്റെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഭിന്നിച്ചു പോരാതെ തീർച്ചയായും പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കി പരസ്പരം ചേരി തിരിച്ച് അവർക്ക് എന്നും അധികാരത്തിന്റെ കസേരകളിൽ അപ്പിയിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന കുറുക്കു വഴിയാണ് മുസൽമാന്റെ വിശുദ്ധമായ വിശ്വാസത്തിൽ കടന്നു കയറി ആ വിശ്വാസത്തെ താറടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ജീവൻ പോയാലും ശരി ഈ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള വിശുദ്ധമായ നിയമങ്ങൾ നമ്മുടെ ജീവൻ ഉണ്ടായിരിക്കവേ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തകർന്നടിഞ്ഞു വീഴാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ കിരാതമായ വഖഫ് ബില്ല് എത്രയും വേഗം ഈ രാജ്യത്തിന്റെ താല്പര്യത്തെ മുൻനിർത്തി ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട നിവാസികളുടെ താല്പര്യത്തെ മുൻനിർത്തി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഏതാണ്ട് 36 പേര് മാത്രമാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണച്ചിട്ടുള്ളത്. ബാക്കി ഏതാണ്ട് 64ഓളം വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ നന്മയെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞെടുത്ത് നിന്നാണ് പ്രിയപ്പെട്ടവരെ അവരെയും ഇവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കൊള്ള സംഘം പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന്റെ നേരെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തിന്മയെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മുടെ ജീവൻ പണയം വെച്ച് നമ്മൾ തയ്യാറായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കിരാതമായ നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവലിയണം. കാരണം ഈ രാജ്യത്തിന് വിഘടനം ഉണ്ടാക്കുന്നതാണ്. ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കളെ കവർന്നെടുക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും സൂക്ഷിക്കാൻ വേണ്ടിയല്ല. നമുക്കറിയാം മുത്തലാഖ് ബില്ല് പോലെയുള്ള ഈ രാജ്യത്തിന്റെ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാനില്ലായിരുന്നു, മറിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാവിധമായ നന്മകളെയും നശിപ്പിച്ചു കൊടുക്കാൻ ആ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് വഖഫ് ബില്ലിലും അവർ കൈവച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങളുടേതായ ആവശ്യങ്ങളെ അവരുടേതായ ആവശ്യങ്ങളെ പോലും ഒന്ന് മുഖവിലേക്ക് എടുക്കാൻ നിൽക്കാതെ പാതിരാ സമയത്ത് അവർ ചുട്ടെടുത്ത ഈ നിയമം തീർച്ചയായും പിൻവലിച്ചേ മതിയാവൂ. അത് പിൻവലിക്കുന്നത് വരെ നമ്മൾ ഇതിന്റെ പിന്നണിയിൽ കനത്ത പോരാട്ടത്തിന്റെ പോരാളികളായി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹിതമായ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരിക്കലും വഖഫ് സ്വത്ത് പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയല്ല നമ്മുടെ പൂർവികൾ നൽകിയത്. ഒരിക്കലും പള്ളികളും മദ്രസയും മാത്രം കെട്ടിപ്പൊക്കാൻ വേണ്ടിയല്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നതാണ് വഖഫ് സ്വത്തുക്കൾ. വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പൂർവികൾ നൽകിയ വഖഫ് സ്വത്തുക്കൾ ഈ രാജ്യത്തിന്റെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾക്ക് യാതൊരു വിധമായ വിഷമവുമില്ല. അതെല്ലാം അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നവരാണ് ഈ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ വഖഫ് സ്വത്ത് നമ്മുടെ പ്രിയപ്പെട്ട പൂർവികർ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇസ്ലാമിന്റെ നന്മയ്ക്ക് വേണ്ടി, ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചിട്ടു പോയ സ്വത്തിനെ കള്ള നിയമങ്ങൾ ചാർത്തി തട്ടിയെടുക്കാൻ ഏത് സർക്കാർ ശ്രമിച്ചാലും ശരി, ആര് ശ്രമിച്ചാലും ശരി, അതിനെതിരെ ജീവനും ചോരയും കൊടുത്ത് കനത്ത പോരാട്ടത്തിന് തീർച്ചയായും നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകും. അതിന് പോത്തങ്കോട് മുസ്ലിം ജമാഅത്തിന്റെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ജുമുഅ നമസ്കാരാനന്തരം നടന്ന ഈ വിശുദ്ധമായ മാർച്ച്. അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്മകളും അള്ളാഹു ചൊരിയട്ടെ. ഇത് നമ്മുടെ എല്ലാവിധമായ നന്മക്കുള്ള ഒരു വലിയ തുടക്കമാണ്. എങ്ങനെയെങ്കിലും ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ അധികാരത്തിന്റെ കസേരകളിൽ നിന്ന് വലിച്ചിറക്കി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ നിവാസികളോട് നീതി പാലിക്കുന്ന, ഈ രാജ്യത്തിന്റെ നന്മയെയും കെട്ടുറപ്പിനെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല ഭരണകാലത്തിന് വേണ്ടിയുള്ള ഒരു വലിയ തുടക്കവും കൂടിയാകട്ടെ ഈ മഹത്തായ ധർമ്മത്തിന്റെ സമരം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അല്ലാഹു ചൊരിയട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ വാക്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.